ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കേക്കാണ്, മോക്ക കേക്ക്. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഒരുപാട് ചോക്ലേറ്റ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈറ്റായിട്ട് ഒരു കോഫി ഫ്ലേവർ ഉള്ള ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഈ ഒരു കേക്കിൽ നമ്മുടെ ചിക്കു സ്റ്റൈൻ സ്പെഷ്യൽ സിറപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ കേക്കിൻ്റെ ക്രീമും ഗണാഷും ഒക്കെ എക്സ്ക്ലൂസീവ്ലി ചിക്കു സ്റ്റൈൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു മോക്ക കേക്കിന്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചിക്കു സ്റ്റൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചിക്കു സ്റ്റൈൻ ഗിവ് അവേ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി മോക്ക കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോക്ക കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ബാക്കി മുഴുവനായിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മൈദ മാത്രം എടുത്താൽ മതി. 1/2 കപ്പ് മൈദ എടുത്താൽ മതി. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്. ഇതുപോലത്തെ 2 രൂപയുടെയൊക്കെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിന്റെ പകുതി 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 കപ്പിന്റെ 1/4 ഭാഗം എടുത്താൽ മതി. നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിലല്ല ചെയ്യുന്നത്, ബീറ്റ്റൂണ്ടാണ് ചെയ്യുന്നത്. പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങി, ചേച്ചി ബീറ്റ്റൂണ്ട് ചെയ്യാത്ത എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബീറ്റ്റൂണ്ട് ചെയ്യുന്നേ ഉള്ളൂ. മിക്സിയിലും ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. അത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. ഒരു മിനിറ്റോളം ഒക്കെ ഒന്ന് അടിച്ചാൽ മതിയാകും. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതോടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയോട് ചേർത്ത് ഒരു 1.5 മിനിറ്റ് ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്ന് അടിക്കാം. അത് ചേർത്ത് ഒരുപാട് സമയം ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി അടിച്ചെടുത്താൽ മതി. ഒരു 20 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചാൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. അതൊരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിയിലാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാണ്. നമുക്കിതാ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കറക്റ്റ് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. സ്ക്യൂർ കൊണ്ടൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഒന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ കേക്ക് സോക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സിറപ്പ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, നേരത്തെ ബ്രൂ എടുത്ത് വെച്ചില്ലേ, അത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഡാർക്ക് കോമ്പൗണ്ട് അതോടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 ഗ്രാം ഒക്കെ ഉണ്ടാവും, അത് മതി. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫാക്കിയിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായിക്കോളും. ഇതൊന്ന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ്. നമ്മുടെ ഈ ഒരു മോക്ക കേക്ക് സോക്ക് ചെയ്യുന്ന സിറപ്പാണ്. ഇത് നമുക്ക് തണുക്കാനായിട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മോക്ക കേക്കിൻ്റെ ക്രീം റെഡിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു 40 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്നും ചൂടാക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി. മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് വെച്ചൊന്ന് ഓഫാക്കി തുറന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഒറ്റയടിക്ക് ഒരു 30 സെക്കൻഡ് ഒന്നും വെച്ചേക്കരുത്. അപ്പോൾ അത് ചൂടാക്കി ഒന്ന് മെൽറ്റായിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. എല്ലാത്തിലും നമ്മൾ ഈ കേക്കിൽ എടുക്കുന്ന എല്ലാ സംഗതികളിലും ഈ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. പക്ഷേ നമ്മൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിൽ ചേർക്കാവുള്ളൂ. ഒന്നുകിൽ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് വെച്ച്, നമ്മൾ ഫ്രീസറിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. 5 മിനിറ്റ് പോലും ഫ്രീസറിൽ വെക്കണ്ട, അപ്പോഴത്തേക്കും തന്നെ തിക്കായിട്ടുണ്ടാവും. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കോഫി മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ക്രീമിലേക്ക് ചേർക്കുന്ന സമയത്ത്. ചൂടൊട്ടും ഉണ്ടാവാൻ പാടില്ല. നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടാണ് അടിച്ചതെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ മോൾ ഭാഗം ശകലം ഒന്ന് പൊങ്ങിയിരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് 3 ലെയറായിട്ടങ്ങ് കട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാണ്. അങ്ങനെ 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ച് കേക്ക് ഒന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ സ്പെഷ്യൽ ആ സിറപ്പ് വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്യണേ. നല്ലതുപോലെ സോക്കായിരിക്കണം കേക്ക്. ഇപ്പോൾ കേക്ക് കുറച്ച് കൂടുതൽ സമയമൊക്കെ ബേക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിറപ്പ് എടുക്കാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളത് ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ഒഴിച്ചാൽ മതി. 3 ലെയറും സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതി. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെ. അടുത്ത ലെയർ വെക്കാം, സിറപ്പ് ഒഴിക്കാം, ക്രീമാക്കി കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഫില്ലിംഗ് ആയിട്ട് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതോ ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ ചിക്കുവിന് ഇതൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ ഉള്ളിൽ കേക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും കടിക്കണ വലിയ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടൊന്നും ഇടുന്നില്ല. സൈഡിലും അതേപോലെ അങ്ങ് ആക്കിയിട്ട് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്ക്രേപ്പർ കൊണ്ടങ്ങ് സ്ക്രേപ്പ് ചെയ്തങ്ങ് എടുക്കുകയാണേ. ആ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 2 മണിക്കൂറൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഈസി ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്ത് ചിക്കുവാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ, അതിന്റെ മുകളിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ അങ്ങ് പൊതിഞ്ഞ് വെക്കുകയാണ്. ഇത് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തതാണ്. ഡബിൾ ബോയിലിംഗിലോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടോ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. ചെറിയ ചൂടോടുകൂടി, ഇളം ചൂട്, ആ ഒരു ചൂടോടുകൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് നീളത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. ആ ഒരു തരത്തിൽ വേണം ചെയ്യാനായിട്ട്. ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അങ്ങ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ വളരെ ചെറിയ ഹോള് വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ചിക്കു കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ഈ പാത്രത്തോടു കൂടി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അതങ്ങനെ തന്നെ അങ്ങ് ആയിരുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അതിപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. ആദ്യം നമുക്ക് ആ ബട്ടർ പേപ്പർ പതുക്കെ അങ്ങ് ഊരിയെടുക്കാം. നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ച് തിരിച്ചു വെച്ചിട്ട് പതുക്കെ ആ ബട്ടർ പേപ്പർ അങ്ങ് പ്രസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. 2-3 പീസൊക്കെ ആയിട്ട് കട്ടായി വരും, അതൊന്നും കുഴപ്പമില്ല. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ തന്നെ പതുക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ നീളത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് എടുക്കുകയാണേ, പതുക്കെ ഇങ്ങ് എടുത്താൽ മതി. കണ്ട് നീളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ചെറിയൊരു പീസ് കട്ടായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെ പുറത്തിരുന്ന പെട്ടെന്ന് തന്നെ ഇതങ്ങ് മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിതെടുത്ത് കേക്കിന്റെ മുകളിലേക്ക് വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിന്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 125 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടതാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ 2:1 റേഷ്യോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ എടുക്കുന്നത്. ഫുൾ കവർ ചെയ്യാനാണെങ്കിൽ 1:1 റേഷ്യോയിൽ എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. മൈക്രോവേവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം വെക്കരുത്. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് വെച്ച് തുറന്നു നോക്കി ഒന്ന് ഇളക്കുക. പിന്നെ ഒന്നുകൂടെ 10 സെക്കൻഡ് വെക്കുക, തുറന്നു നോക്കി ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ അങ്ങ് മെൽറ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് മോക്ക കേക്ക് അല്ലേ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഇൻസ്റ്റന്റ് കോഫി തന്നെ ചേർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ബ്രൂ തന്നെയാണ് എടുക്കുന്നത്. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ടങ്ങ് മിക്സായി വന്നോളും. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കോമ്പിനേഷൻ. കോഫിയുടെയും ചോക്ലേറ്റിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ്. പക്ഷേ മെഷർമെന്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അധികമായി പോരുത്. അധികമായാൽ ആ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഒന്ന് തണുക്കട്ടെ. നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടോടുകൂടി നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രിപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേക്ക് നല്ല തണുത്തിരിക്കണം, നല്ല ഫ്രീസായിട്ടിരിക്കുന്ന കേക്ക് ആയിരിക്കണം. 2 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് ഗനാഷാണ് കേട്ടോ. ഒരുപാട് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ആദ്യം ഒഴിച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആവശ്യത്തിന് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മളിതിന്റെ മുകളിൽ സ്പാച്ചുല വെച്ച് തൊടുകയൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ പതുക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇളക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് ഒഴുകി അങ്ങ് വന്നോളും. കേക്ക് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് അതിന് അവിടെ പെട്ടെന്ന് അങ്ങ് സെറ്റാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചു കൊടുക്കണേ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ട്. കുറേശ്ശെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ഒഴുകി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി ഗണാഷ് ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഡ്രിപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കു ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് അടുത്ത് പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അത് മതി. അതിപ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. അതിൻ്റെ മുൾഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. കാരണം നല്ല തണുത്തിരിക്കുന്ന കേക്കല്ലേ, പിന്നെ തിക്ക് ഗണാഷുമാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, 2ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 2ാമത്തെ പീസും വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഗോൾഡൻ പേൾസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ തന്നെ മതി ധാരാളം. ഇനി ഒരു ചെറിയും കൂടെ നടുക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ മൊക്ക കേക്ക് സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്തിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ കട്ട് ചെയ്യരുത് കേട്ടോ, കാരണം വെച്ചാൽ ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രീസായിരിക്കുന്ന കേക്കാണ്. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പിലോട്ട് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിതൊന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നെടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനേ, കട്ട് ചെയ്യുന്നതും ചിക്കു തന്നെയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അടിപൊളി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ശരിക്കും ഭയങ്കര ടെംപ്റ്റേഷനാണ്. ഒന്നാമത്തെ കാര്യം കോഫി ചോക്ലേറ്റ് കേക്കാണ്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെംപ്റ്റേഷനാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കഴിക്കട്ടെ. എന്താ പറയണ്ടെന്നറിയില്ല, ശരിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട് പറയല്ല, ആ ഒരു കോഫിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ആ കോഫിയുടെ ടേസ്റ്റ് മുന്നിലോട്ട് നിൽക്കുന്നില്ല, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നില്ല. രണ്ടും കൂടെ നല്ല ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് കേക്കൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളിയാട്ടോ. പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഇത് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന്. ആദ്യത്തെ ഒരു പീസ് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ, ബാക്കിയുള്ള പീസുകളൊക്കെ കഴിക്കാൻ ഇവിടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിക്കും, അത് വേറെ കാര്യം. അപ്പം അത് ആ ഒരു സംശയം പലരും ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.